ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മുടെ വീടിൻ്റെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇവിടം വരെ ആയി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴുള്ള കുറച്ച് മാസങ്ങളായി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ വീടിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കെട്ടി പൊങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിട്ടുണ്ട് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീടിന് വരുന്നത് 2 ഫേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു റോഡ് സൈഡാണ്, പ്രൈവറ്റ് റോഡാണ്. അപ്പുറത്ത് ഫ്രണ്ടിലും റോഡുണ്ട്. അങ്ങനെ 2 ഫേസ് ആയിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ വീടിൻ്റെ ഉൾഭാഗം ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വീട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതായത് നമ്മുടെ സ്വന്തമായിട്ടൊരു ഭവനം നമ്മൾ വെക്കുന്നത്, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ സിറ്റ് ഔട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ചെറിയ സിറ്റ് ഔട്ടാണ്. കാരണം ആ ഒരു സൈഡിലും റോഡ് വരുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സൈഡിൽ റോഡ് വരുന്നുണ്ട്. അതിന് വലിയ നമുക്ക് കിട്ടിയ സിറ്റ് ഔട്ട് വളരെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ചെറിയ സിറ്റ് ഔട്ട് ആണെങ്കിൽ അത് ഭംഗിയാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ വരുന്നത് നമ്മളിങ്ങനെ നേരെ കയറി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ കേട്ടോ. ഈ കാണുന്നതാണ് ഇത് ലിവിങ് ഏരിയയുടെ. ഇത് നമ്മുടെ വിൻഡോ ആണ് ലിവിങ്ങിൻ്റെ. ഇതല്ല നമ്മുടെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറ് വരുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഫ്രണ്ട് ഡോറ്. പക്ഷേ അവിടെ നമ്മളിങ്ങനെ തുറന്നെടുക്കുന്നതിൻ്റെ പേരിൽ അതുവഴിയാണ് നമ്മൾ പോകുന്നത് വരുന്നതൊക്കെ. ഇതുവഴി ഇവിടെ ഇങ്ങനെയൊക്കെ ടാങ്കൊക്കെ ഇരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ അതുവഴി ഇങ്ങനെ കറങ്ങി വരികയാണ് ചെയ്യാറുള്ളത്. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഇത്രയാണ് കേട്ടോ ലിവിങ് ഏരിയ വരുന്നത്. നമ്മളിവിടെ വിൻഡോസിലൊന്നും നമ്മൾ ഇതുപോലെ ജനൽപ്പടിയും അതേപോലെ തന്നെ ഡോറിൻ്റെ ആ പടികളൊന്നും, വാതിൽപ്പടികളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വാതിൽപ്പടികളും ഡോറും ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷനിൽ അവർ തന്നെ, കൺസ്ട്രക്ഷൻ ടീം തന്നെ പറഞ്ഞതാണ്, ഈ ഒരു സമയത്ത് കൊണ്ടുവെക്കേണ്ട കാര്യമില്ല, പിന്നീട് വെച്ചിരുന്നാൽ മതിയാവുന്ന. കാരണം നമ്മൾ പണി തുടങ്ങിയ സമയം ഒരു മഴ സമയമാണ്. അപ്പം മഴ സമയത്ത് ആ സമയത്തെല്ലാം നമ്മൾ ഈ വാതിൽപ്പടിയൊക്കെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഒരുപാട് മഴയും വെയിലൊക്കെ കൊണ്ട് ഏകദേശം 1 വർഷം വരെ കഴിയുമല്ലോ. അപ്പോൾ 1 വർഷം വരെ അതൊക്കെ കൊണ്ട് വെയിലൊക്കെ മഴയും കൊണ്ടിരിക്കുന്നതിനേക്കാളും അത് സമയമാകുമ്പോൾ കൊണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അത് വളരെ ഇഷ്ടമായി. കുഴപ്പമില്ല, ഇപ്പോൾ വേണമെന്നില്ല, ആ സമയത്തിന് കൊണ്ട് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അടുത്തത് ഇലക്ട്രിക് പണിയാണ്. അപ്പോൾ ഇലക്ട്രിക് പണിയാണ് ഇനി അടുത്ത്. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക്, അപ്പോഴത്തേക്കും കൊണ്ട് വെക്കുക, അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു സ്പേസ് ആണ്. ഇത് നമ്മുടെ കോർട്ട്യാർഡായിട്ട് എടുക്കാനാണ് പ്ലാൻ. അതെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വരുന്നതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ ഇവിടെ 2 വിൻഡോസ് ഉണ്ട്. ഇവിടെ ആയിട്ട് അത്യാവശ്യം വലിയ വിൻഡോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ ആണ് വരുന്നത്. കുറച്ച് വെളിച്ചം, നാച്ചുറൽ ലൈറ്റ്സ് വീടിനുള്ളിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വിൻഡോസൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് ഇവിടെ ഒരു ഡ്രസ് ഏരിയ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഈ സൈഡുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ ബാത്റൂം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇത് ലിവിങ്ങിന് നേരെ വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഇത് നമ്മളൊരു പാറ്റിയാണ് കേട്ടോ. ഇതൊരു പാറ്റിയാണ്. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കറക്റ്റ് എനിക്ക് അറിയാമോ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് രൂപം കിട്ടില്ല. എന്നാലും എത്ര മുറികളാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ. ഇത് നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കാരണം ഓപ്പൺ കിച്ചണിൽ ഇപ്പോഴുള്ള എല്ലാ വീടുകളിലും ഓപ്പൺ കിച്ചണാണ് കൊടുക്കാറുള്ളത്. അപ്പം അത് കണ്ട് അതിൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയിട്ട് ഓപ്പൺ കിച്ചൺ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് വർക്ക് ഏരിയ. അപ്പോൾ ഇത് നമ്മളൊരു സെക്കൻഡ് കിച്ചൺ. ഈ വർക്ക് ഏരിയയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നില്ലേ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പെർഗോള എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പെർഗോള നമ്മുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പെർഗോള ഇങ്ങനെ കിച്ചണിൽ ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഞാൻ പഴയ വീഡിയോ ഇട്ടിരുന്നതിലും കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മുടെ വീട് പണി തുടങ്ങുന്ന ആ ഒരു സമയത്തൊന്നും അപ്പുറത്തെ ആ വീട്ടിൽ അവിടുത്തെ എക്സ്റ്റൻഷൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ അത് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു അവിടെ വീടിന് മുകളിലേക്ക്. അങ്ങനെ ആ സൈഡും വീട് ഈ സൈഡും കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് വെളിച്ചത്തിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെളിച്ചക്കുറവുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ പെർഗോള കൊടുക്കാന്നുള്ള ഒരു ഐഡിയ വന്നത്. പെർഗോള കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം കേട്ടോ. നല്ല കാര്യമായിട്ട് തോന്നി. കാരണം നല്ല ലൈറ്റ് വരുന്നുണ്ട്, ഇവിടുത്തെ ലൈറ്റ്സ് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം പെർഗോള കൊടുത്തതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ പുറകുവശമാണ്. ആ സൈഡ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, പുറകുവശമൊക്കെ വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ വാശേരിയ വരുന്നത് കേട്ടോ. ഇവിടെയാണ് വാശേരിയ വരും. ഇവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്കും ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. നമ്മൾ ആ ബെഡ്റൂമിൻ്റെ അത്രയില്ല, അതിൽ നിന്ന് കുറച്ചും കൂടി സൈസ് കുറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് 2 വിൻഡോസ്, അത്യാവശ്യം വലിയ വിൻഡോയിലൊന്ന്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം കേട്ടോ. ബാത്റൂമിൽ നമ്മൾ അവിടുത്തെ റൂമിലുള്ളത് പോലെ ഡ്രസ് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ചെറിയൊരു ബാത്റൂം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക്
താഴത്തെ ഭാഗം ഏകദേശം ഈ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ചില്ല. നമുക്ക് ഇനി മുകളിലേക്ക് പോവാം. ആ ഇവിടെ എല്ലാ ദിവസവും വരുന്ന ആള് രാജശ്രീയാണ്. അപ്പൊ അതിന്റെ പേരിൽ കറക്റ്റ് ആയിട്ട് അറിയാം എന്തൊക്കെയാണെന്ന്. എല്ലാ ദിവസവും വന്ന് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും വെച്ചാല് ദിവസത്തിൽ 3-4 തവണ ഇവിടെ തന്നെ ഉണ്ടാവും ആള്. വർക്ക് നടക്കുമ്പോഴൊക്കെ ആളുണ്ടാവും. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ വരുന്നത്. നമ്മൾ താമസിക്കുന്ന വീടും ഇതുമായിട്ട് ഏകദേശം 2 കിലോമീറ്റർ അല്ലേ ആഴ്ച വ്യത്യാസം വരുള്ളൂ. 2 കിലോമീറ്റർ വ്യത്യാസം. 2 കിലോമീറ്റർ വരും. നമ്മള് ഇപ്പൊ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയും ചെറിയൊരു ലിവിങ് ഏരിയ നെട്ട കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇച്ചിരി അത്യാവശ്യം വെള്ളമൊക്കെ നെട്ട വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലാബ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തലേ ദിവസമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞത് നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരുന്നു കേട്ടോ. അന്നായിരുന്നു അത് ഇരട്ടി സന്തോഷം. അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ സ്ലാബും ഒക്കെ ഒരേ ദിവസമായിരുന്നു കേട്ടോ. അന്ന് രാജശ്രീ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. രാജശ്രീ സൂം ചെയ്ത് വരികയാണ്. അന്ന് രാജശ്രീ എനിക്ക് തന്ന ഒരു വാച്ചാണ് കേട്ടോ. പിന്നെ ഇത് ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം, ഇവിടെ ബെഡ്റൂം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വരുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇതാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമാണ്. അതേ വലുപ്പമൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. അത്യാവശ്യം വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇനി പ്ലാസ്റ്ററിങ്ങൊക്കെ കഴിയുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് രൂപം എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് തോന്നുന്നത്. ഇപ്പം എനിക്കത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഈ ഡോർ വഴി ഇങ്ങനത്തെ വരുമ്പോഴത്തേക്കും എൻ്റെ ഡ്രീം ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഇത്. ഞാൻ ആഗ്രഹിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റുഡിയോ റൂമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഫസ്റ്റിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ സ്റ്റുഡിയോ റൂം കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരിൽ മുകളിലേക്ക് മാറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും താഴത്താണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആണ് അവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ സ്റ്റുഡിയോ മുകളിലായതിൻ്റെ പേരിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും. സ്റ്റുഡിയോ റൂം എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ നമ്മൾ റെൻ്റ് ഹൗസിനാണ് മാറി വരുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഓരോ വീട്ടിലും മാറുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു റൂം എടുക്കുക, ആ റൂമിനെ ഞാൻ സ്റ്റുഡിയോ റൂമാക്കി മാറ്റുക. അപ്പം അത്യാവശ്യം ചിലവുണ്ടാവും. ചിലവിനേക്കാളും കൂടുതൽ വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് അവിടെ ആഞ്ഞടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനോ അങ്ങനെ ഹാങ് ചെയ്തിടാനോ അങ്ങനെ ഒന്നിനും ഒരു അവസരം പറ്റില്ല. നമുക്ക് റെൻ്റ് ഹൗസിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ, ഒരുക്കാലോ. ആ ഒരു രീതിയാണ്. ഇന്റീരിയറൊക്കെ വരുമ്പോഴേ ഇത് കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എത്തിയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റുഡിയോ ഏരിയയാണ് കേട്ടോ ഇത്. താഴെ നമുക്ക് സിറ്റ് ഔട്ട് ഇച്ചിരി കുറവായതിൻ്റെ പേരിൽ മുകളിൽ ഇച്ചിരി വലിയൊരു ബാൽക്കണി വേണമെന്ന് അങ്ങനെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് ഏരിയ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ വിൻഡോസും അതുപോലെ ഡോർസൊക്കെ വരുമ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇപ്പോഴും നമ്മുടെ പ്ലാൻസിൽ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. ഇങ്ങനെ തന്നെയാണ്, വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. ഇത് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ. ഇവിടുത്തെ ലേബേഴ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെയും ഇതിന് മുകളിൽ കയറി കണ്ടിട്ടില്ല. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. കയറാനായിട്ട് ചെറിയൊരു ഭയം. അല്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് ഇച്ചിരി ഭയമാണ്. എന്ന് വെച്ചാൽ ഹൈറ്റ് ലോ BP ഒക്കെ ഉണ്ട്. അപ്പോൾ ലോ BP ഉള്ളവരൊക്കെ ഇങ്ങനെ നമ്മൾ ഹൈറ്റിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് തല ചുറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ മുകളിലേക്ക് കയറാൻ ഇച്ചിരി ഇതുണ്ട്. പക്ഷെ ഇരുന്നാലും ഇപ്പം നിൽക്കുന്നൊക്കെ രാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറണമെന്നുണ്ട്. പിടിച്ചോണേ രാജി അവിടെ വീഡിയോ എടുത്ത് നിൽക്കരുത്. അപ്പോൾ അതാ ഇവിടെ വെള്ളമൊക്കെ നിറച്ചിട്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ രാജി കയറിയിട്ടുണ്ടല്ലോ. ഇതിന് മുകളിൽ കയറിയെന്നല്ലേ വെള്ളം ഒഴിക്കണേ. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. കയറിയപ്പോൾ പിന്നെയും കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു, ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഒട്ടുമില്ല. താഴെ എത്തി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. വീടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് മെയിൽസ് ആയിട്ടാണെങ്കിലും കമൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് വിഷസ് കിട്ടി. നിങ്ങൾക്കൊപ്പം ഒരാളായിട്ട് ഇത്രയും കാലം ഉണ്ടായി. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളും അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള എല്ലാ നാളുകളും നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാളായിട്ടാണ് നിൽക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം.